പറയാനിരിക്കുന്നത്. കേട്ടതിലേറെയാണ് കേൾക്കാനിരിക്കുന്നത്. മധുചന്ദ്രികയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ പങ്കുവയ്ക്കുന്നു പാട്ടിൻ്റെ പല വഴികൾ. കൂടെ ശ്രീ രാജീവ് ആലുങ്കലും. ഏവർക്കും മധുചന്ദ്രികയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലഭിച്ച സാഹിത്യത്തെ സംഗീത സംവിധായകനും ഗായകനും ഒക്കെ എങ്ങനെ ഒരു കാമുകിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കുന്നു. ഇതുപോലൊരു പാട്ട്. അതെ അതെ. ഇപ്പോൾ ഇത് ശിഷ്യൻ്റെ പാട്ടാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ പാട്ടിലേക്ക് തിരിച്ചു പോവാം. ദേവരായ മാഷിൻ്റെ ഒരു പാട്ട് ശ്രാവണ ചന്ദ്രിക പൂജ വിളിച്ചു. ആ പാട്ടിൽ മാഷ് ഈ വരികളെ എങ്ങനെയൊക്കെയാണ് താലോലിക്കുന്നതെന്ന് പ്രകടമാണത്. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവരുടെ ലജ്ജയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവയുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശത്താമരയിതളിൽ നക്ഷത്രലിപിയിൽ, നീലാകാശത്താമരയിതളിൽ നക്ഷത്രലിപിയിൽ കമനീയാംഗൻ പ്രിയനിൽ മനസ്സിലെ കവിത കുറിച്ചു വച്ചു. അതു ഞാൻ വായിച്ചു. വന്നും കണ്ടു കീഴടക്കി എന്നെ വിളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവയുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അത് പല്ലവി തന്നെ ഒരുപാട് കസർത്തുകളാണ്. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു. അവയുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഇത്ര ഉണ്ടാകുന്നത്, ഇത്ര ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് ദേവരായ മാസ്റ്റർ. അത് പുല്ലുപോലെ പാടിക്കാത്. ആര് നമ്മുടെ അമ്മ സുശീലാമ്മ. അതുപോലെ വരി തന്നെ നീലാകാശ താമര ഇതിൽ നക്ഷത്ര ലിപിയിൽ. ഈ മഹാകവികൾ കവിതയിൽ എഴുതി വയ്ക്കുന്നതിനേക്കാൾ അടുത്ത സ്വർഗാരോഹണ ഓർമ്മ കമനീയാംഗൻ പ്രിയനിൽ മനസ്സിലെ കവിത കുറിച്ചു വച്ചു. അന്നതു ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി. ഇത്രയുണ്ട്. അയ്യോ ഭയങ്കര പറയാണ്ട്. ഓരോ പാട്ടെടുത്ത് നമ്മൾ ഓരോ പാട്ട് എടുത്ത് കുറേശ്ശെ കുറേശ്ശെ പാടി നോക്കിയല്ലോ. ഒരുപാട് പാടി നോക്കി ഒരുപാട് ഡീറ്റെയിൽസ്. ഈ പാട്ട് എഴുതാൻ നേരത്തും അത് കമ്പോസ് ചെയ്യാൻ നേരത്തൊക്കെ ഗായകൻ സാധാരണ സ്വാതന്ത്ര്യം കൊണ്ട് അടുത്തിരിക്കാറുണ്ടോ? ഇല്ല. ദേവരായ മാഷ നല്ല സ്വാതന്ത്ര്യം.
അല്ല, ആളുടെ അടുത്ത് സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞത് അങ്ങ് പാടിച്ചാൽ മതി. മറ്റ് സംഗീത സംവിധായകരുടെയൊക്കെ ചിലപ്പോൾ വേറെ ഒന്നും നിൻ്റേതായിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലേ. ഞാൻ പറയുന്നത് അങ്ങ് പാടിച്ചാൽ മതി. അത് പാടാൻ ബുദ്ധിമുട്ടേ, അങ്ങനെ പാടാൻ വെക്കട്ടെ. എന്താ ഓരോരുത്തരും അവരവരുടെ ശൈലിയിലായിരിക്കുമല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അവനവൻ്റേതാക്കാൻ ചേട്ടൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രമിക്കുമോ, അതോ അവർ പറഞ്ഞ ദേവരാം മാസ്റ്റർ അടുത്ത് അവനുണ്ടാക്കാൻ പറ്റില്ല. അത് അങ്ങേരുടെ മാത്രമാക്കാനേ പറ്റുള്ളൂ, അങ്ങേരുടെ മാത്രമാക്കാൻ ശ്രമിക്കുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതങ്ങ് പാടിയാൽ മതി. പാടാൻ പറ്റുന്ന വിധത്തിൽ പാടുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പം ഇവരുടെ MS സാറാണെങ്കിൽ അങ്ങനെയല്ല. ഒരു ഔട്ട്ലൈൻ തന്നിട്ട് നമ്മൾ ഇംപ്രൊവൈസ് പാടിയത് തന്നെ വളരെ സന്തോഷമാണ്. വാ നല്ല വെരി ഗുഡ് എന്ന് പറയും അല്ലേ. ഓരോ സ്റ്റൈലാണ്. ഇപ്പം സ്വാമി കുറേ സമ്മതിക്കും. സ്വാമി പക്ഷേ നമ്മളൊരു പാട്ട് പാടിയപ്പോൾ ചെമ്പകമല്ല നീ ഓമനിപ്പം അത് ഇത് പാടണമെങ്കിൽ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. അനഘ ഗ്രന്ഥമിതാരോ തന്നു, അനഘ ഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വച്ചു, ജീവന്റെ വിളക്കും കൊളുത്തി വച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ കാവ്യ പുസ്തകമല്ലോ ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം, ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്കു കെടും, ഇന്നോ നാളെയോ വിളക്കു കെടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യ പുസ്തകമല്ലോ. മധുര കാവ്യമിത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. മധുര കാവ്യമിത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ സംഗീതം. വാട്ട് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. നമ്മൾ കടന്നു പോകുന്ന അപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും മലയാളം കാതോർത്തും പിന്നീട് കോരിത്തിരിച്ചുമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുക എന്നുള്ളതാണ്. അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം. ഞാൻ എഴുതിയൊരു കവിതയാണ്. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമല്ല അറിഞ്ഞുകൊള്ളുക. നമുക്ക് ഈ നിമിഷത്തെ ഒന്ന് കാറ്റുകൊണ്ട് ഒന്ന് തലോടാം. സ്കൂൾ മാസ്റ്ററിലൊരു പാട്ടുണ്ട്, കാറ്റിൽ ഇളം കാറ്റിൽ. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം,
ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ഇതുപോലെ നമ്മളിപ്പോൾ ബ്രഹ്മാനന്ദൻ ചേട്ടനെ ഓർത്തു. അതുപോലെ നമുക്ക് അന്ന് വന്ന ചില ഗായകരുണ്ടല്ലോ. ഒന്ന് ഐറു സദാശിവൻ, കമുകറ സാറ്. അയ്യോ, സാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സാറിൻ്റെ ഒരു പാട്ട് 1-2 വരി ഒന്നാ അത്ര സാറിൻ്റെ നാടാണ് സാറിന്. കമുകറ സാർ. പോകുന്നു ഞാൻ തരുമോകാനുവാദം സഖീ, മോകാനുവാദം സഖീ. പോകുന്നു ഞാൻ തരുമോകാനുവാദം സഖീ, മോകാനുവാദം സഖീ. പോകുന്നു ഞാൻ. അന്നു തൊട്ടിന്നോളം ലാളിച്ചോരാശകൾ മണ്ണായി മറഞ്ഞു പോയി ഓമലാളെ. ഒന്നായി കഴിഞ്ഞോരി ഓരോ പ്രതീക്ഷയും കണ്ണീർ കടലിൽ അലിഞ്ഞു സഖീ. പോകുന്നു ഞാൻ തരുമോകാനുവാദം സഖീ, തരുമോകാനുവാദം സഖീ. പോകുന്നു ഞാൻ. ഇത് സിനിമാ പാട്ടല്ല, അന്നേ ഞാൻ കേട്ടെൻ്റെ ചെവിയിൽ കൊണ്ടിടുന്ന പാട്ടാണ്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ഈ പാട്ട് കേൾക്കുമ്പോൾ തോന്നും താമസത്തേക്കാൾ നല്ലൊരു പാട്ട് വന്നു. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. പിന്നിൽ താണ്ടിയ വഴിയതിദൂരം, മുന്നിൽ അജ്ഞാത മരണ കുടീരം. പിന്നിൽ താണ്ടിയ വഴിയതിദൂരം, മുന്നിൽ അജ്ഞാത മരണ കുടീരം. ഇന്നു നീ വന്നെത്തിയൊരിടമോ, ഇന്നു നീ വന്നെത്തിയൊരിടമോ. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ആദിമഭീകര വനവീഥികളിൽ നിലാവിൽ മയങ്ങിയ മരുഭൂമികളിൽ നൂറ്റാണ്ടുകളുടെ ഗോപുരമണികൾ വീണു തകർന്നൊരു തെരുവീഥികളിൽ ഒരു ഇത് വരും. ഏകാന്തതയുടെ അപാരതീരം. അതാണ് കമുകറ സാർ. ഏകാന്തതയുടെ അപാരതീരം. ആ തീരം കണ്ടോ? ഏകാന്തതയുടെ അപാരതീരം. ഇതാണ് ഏകാന്തത. അത് തന്നെ. എവിടെയൊക്കെയാണ് ഇൻസ്ട്രുമെന്റ് നിശബ്ദമാകേണ്ടതല്ലേ? കണ്ടോ, പാടണം, റെൻഡറിങ് കണ്ടോ, ഇതൊക്കെ എങ്ങനെ. ഇത് കേൾക്കുമ്പോൾ താമസമയത്ത് ഒന്നുമില്ല ഒന്നും, അത് കേൾക്കുമ്പോൾ അതാ നല്ലതൊന്നും. ഇത് ഒന്നുമില്ലാണ്ട് വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിഴിവാരിൽ മിഴിയും വട്ടു കാ
വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ നെയ്യും നട്ടു കാത്തിരുന്നു വസന്ത പഞ്ചമി നാളിൽ. അത് കേൾക്കുമ്പോൾ അതാണ് നല്ലത്. വസന്തമോ പഞ്ചമിയും വന്നട എന്താ പറയാ ആ സീനോ ഇത് അയാൾ മരിച്ചുപോയി എന്നിട്ട് ഇനിയും വരുന്നുണ്ട് കാത്തിരിക്കാനുള്ളൂ. പക്ഷേ അയാൾ മരിച്ചുപോയി, അയാൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. പ്രേംനസീറാണ് ആ ക്യാരക്ടർ, വിജയ നിർമ്മലയാണ്. വസന്തമോ വന്നു പഞ്ചമിയും വന്നില്ലൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം, വസന്ത പഞ്ചമി നാളിൽ. ഇതാണ് ഞാൻ പറയാം, ഓരോ പാട്ടുകൾ അതിനകത്ത്. ഒരു സമയം തന്നെ ഒത്തിരി വസന്തങ്ങളെ അനുഭവിച്ചല്ലേ. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല കെട്ടി, പട്ടുനൂലുഞ്ഞാല കെട്ടി ഞാൻ. ഇതിൻ്റെ കഥ എന്താ വെച്ചാൽ, ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ബാബുക്ക അവിടെ കമ്പനിയിൽ താമസിച്ചു ദിവസങ്ങളോളം. പരമേശ്വരൻ അന്നൊക്കെ പരമേശ്വരൻ കൂടെ ഉണ്ട് നല്ല പാട്ടുകൾ. ഭാസ്കരൻ മാഷ്, അതെ ഭാസ്കരൻ മാഷ്. അപ്പോൾ എന്ത് ചേട്ടൻ ഈ പൊട്ടിത്തകർന്ന ബാബു ശരിയല്ല, ബാബുക്ക് ഒരുപാട് ഇത് ശരിയല്ല ബാബു, മാറ്റണം 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 മാറ്റണം. അവർ രാത്രി അവിടെ തന്നെ ഒരു പായയും തലേണ്ണയും ബീഡിയും ചായയായിട്ട് ഇങ്ങനെ കൂടുക. അതാണ് അന്നത്തെ കമ്പോസിങ്. ഒരു കാലം. എന്നിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞ രക്ഷയില്ല, പൊട്ടിത്തകർന്ന കിരാവ് കൂടെ അങ്ങനെ നിൽക്കുക. ട്യൂൺ രക്ഷയില്ല. പരമാവധി പറഞ്ഞ് ശരിയില്ല ബാബു, ഒന്ന് ഇനി മാറ്റും പ്ലീസ്, എനിക്കറിയില്ല എന്തോ ശരിയാവുന്നില്ല. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞെട്ടി ഉണർന്നു ബാബുക്ക. അതാണ് ഒരു ട്യൂൺ കിട്ടി, ഹാർമോണി. പൊട്ടിത്തകർന്ന് കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല കെട്ടി. ഇതാണ് വേണ്ടത്. അന്ന് ടേപ്പ് റെക്കോർഡറില്ല, എന്തു ചെയ്യാൻ പറ്റും. ഉടനെ ശേഖർ സാറിനെ വിളിച്ചു, ഫോൺ ചെയ്ത് കേട്ടോ, ഞാൻ ശേഖർ സാറിനെ വിളിച്ചു കൊടുത്തു. സാറ് വന്നു, നൊട്ടേഷൻ എടുത്തു. പിറ്റേ ദിവസം ജാനകി വെച്ച് പാടും. ഇതാണ് കാലം, ഇതാണ് പാട്ടുകൾ, ഇതാണ് കാലം. എത്ര ട്യൂൺ ഇങ്ങനെ വെറുതെ പോയിട്ടുണ്ടാവും. അതെ അതെ. അതിപ്പോൾ ആ കഥ പറയുമ്പോഴാണ് MSV സാറ് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ ഈ ഒരു പല്ലവി 25 ട്യൂൺ ഇടും മിനിമം. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിദ്യാസാഗർ ആണേ അത് അവർ ഒരു പല്ലവി പാടിகிட்டே இருக்கும். ஆனால் ஒரு பல்லவி தான் ஓகே பண்ணுவான். ഇത്രയും പല്ലവി ഇതിനകത്ത് ട്യൂണിൽ ഒരു പല്ലവി ഓക്കെ ചെയ്തു, മറ്റേ ട്യൂണൊക്കെ എവിടെ പോയി? ടേപ്പ് റെക്കോർഡറില്ല. അതുണ്ടെങ്കിൽ എത്ര പടങ്ങൾ ചെയ്യാം, ഇപ്പോൾ എത്ര പാട്ട് ചെയ്യാം, ആലോചിച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടർ കിടക്കുമല്ലേ. അതെ. അന്നൊന്നുമില്ലല്ലോ, ടേപ്പ് റെക്കോർഡർ വരില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നിലവേയൻ, അതായത് ഒരുപാട് രാഗത്തെ മാറി മാറി 10-15 PBS സാറ് പറയുന്നു. PBS ജയൻ, യു വോണ്ട് ബിലീവ് ദിസ് ലിറ്റിൽ ജീനിയസ് ആണ്. ലിറ്റിൽ ജീനിയസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു MSc മഹാസംഗീത വിദ്വാൻ MSV, അങ്ങേര് 10-15-20 പല്ലവി തന്നു. അല്ല ഇത് വെച്ചേക്കോ, ആവശ്യം പായിക്കൊണ്ടേ പോകാമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ രാഗം ലവേ അത് മാത്രം മനസ്സിൽ പിടിച്ചു വെച്ചു. ഇങ്ങനെ പോരാന്നിട്ട് പോയി. ഞാൻ പോയി വന്നിട്ട് അങ്ങനെ നടന്ന് MS സാറ് പുറത്ത് നിന്ന്, അമ്മ എന്താ ട്യൂൺ ഓക്കെ ഇருக்கு ഷർട്ടിങ്ങനെയാക്കും. അപ്പോൾ നിലവേ അപ്പടിയാ ദേ വരണു. അപ്പോൾ ഇതൊന്നുമില്ല, നേരത്തെ പാടിയതൊന്നുമില്ല, വേറെ എന്തൊക്കെയാണ് അതിൽ മുഗ്ഗര സാധനങ്ങളാണ് പാടുന്നത്. അതാണ്. അപ്പോൾ ഈ ഒരു ട്യൂൺ ഓക്കെ ചെയ്ത് അല്ലാതെ പാടിയ എത്രയോ ട്യൂൺസ് ഉണ്ട്. വിദ്യാസാഗർ പറയാം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് 1000 പടങ്ങൾ ചെയ്യാമെന്ന്. 1000 പാട്ടുകൾ ഒന്നിച്ച്. പിന്നെ വിദ്യ പറഞ്ഞു പോയി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് നമുക്ക് പാട്ടുകൾ ഉണ്ടാക്കുന്നത് പുള്ളി കാണിച്ചു തന്നു. MS സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് നമുക്ക് പല പാട്ടുകൾ ഉണ്ടാക്കണം. അയ്യോ അയ്യോ
രാജാവിൻ പാർവൈ റാണിயின் പക്കം. അത് വേറൊരു ലോകമാണ് MGR. റാണിயின் മുഖമേ രസിപ്പത് സുഖമേ, റാണിயின் മുഖം രസിപ്പത് സുഖം, പൂരണ നിലവോ പുന്നകை മലരോ പൂര തനനനനാന തനനനനീനി തനനനനാന. എൻ്റെ പോലെ എന്താണ് അവർക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ ഒരു 10, 15, 20 ട്യൂൺ ഇട്ടുണ്ടാവും. വേറൊരു പാട്ട് കണ്ണൻ എൽതൻ കാതലൻ, കണ്ണൻ എൽതൻ കാതലൻ, മന്നൻ എൽറമായവൾ, என்னை சேர்ந்தவள் நிலவில் என்னை சேர்ந்தவள், കണ്ണൻ എൽതൻ കാതലൻ. കാതലൻ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണൻ എൽതൻ കാതലൻ, കണ്ണൻ എൽതൻ കാതലൻ, മന്നൻ എൽറമായവൾ, என்னை சேர்ந்தவள் நிலவில் என்னை சேர்ந்தவள், கண்ணன் எல்தன் காதலன். ലലലലലലാ ദിരിരിരിരിരാ. ഞാൻ ബീജി ബീജി കൊടുത്തിരുന്നത് ഇത്. അപ്പോൾ വിദ്യ പറയാം ആ ബീജിൽ നിന്ന് നമുക്കൊരു 10 അവൻ അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയ അഞ്ചനൊരു ആ BGM തന്നെ ഒരു 4-5 ട്യൂൺ ഉണ്ടാക്കി വിദ്യാസാഗർ. അപ്പോൾ ഇത്തവണയും പറഞ്ഞു അണ്ണേ, അപ്പോൾ ഈ പാട്ട് ഞാൻ പാടാൻ പറഞ്ഞു നിങ്ങൾ MSCയെ കുറിച്ച് അപ്പോൾ ആ സമയത്ത് അങ്ങനെ നമ്മുടെ കൂടെ വരുന്നു. അങ്ങനെ ഒരു പ്രതിഭയാണ് അങ്ങനെ. നിങ്ങൾ എപ്പോൾ അങ്ങനെ കുറിച്ച് അപ്പോൾ അങ്ങനെ കൂടെ ഉണ്ടാവും. അതാണ് വിദ്യ പറഞ്ഞത്. ഞാനൊരു ഫ്രെയിം പുള്ളിയുടെ പെരിയവർ എന്ന് പറയാം, പുള്ളി ഒരു ഫ്രെയിം വിദ്യ പറയാം, ഈ ഫ്രെയിം അങ്ങനെ ഫ്രെയിം ഇട്ട് ഞാൻ പുറത്തു പോകില്ല, ആ ഫ്രെയിമിൽ ഞാൻ കമ്പോസ് ചെയ്യാം. അത് തന്നെ ധാരാളം. അപ്പം ഒരു നല്ല ആ അതിൽ കമ്പോസ് അങ്ങേരന്മാർ ഒരുപാട് ട്യൂൺസ് വരുന്നു പല്ല്. അതങ്ങനെ അനുഗ്രഹമാണ്, അങ്ങനെ ഗിഫ്റ്റാണ്, ഗുരുത്വം. അല്ല അങ്ങനെ ഒരു ഞാൻ ജനിക്കില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാർക്ക് പല ഇവിടെ ചോദിച്ചത് നമ്മുടെ ആൾക്കാർ MSC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണുനീർ തുലിയെ പാടാനുള്ളത് വേറെ ഒന്നുമാർക്ക് അറിയില്ല. എത്ര തമിഴ് പാട്ട് എന്തെങ്കിലും എല്ലാം ഈ നെറ്റിൽ നമുക്ക് കിട്ടും. നമ്മുടെ പാട്ടുകാരൊന്നും അത് എടുത്ത് കേൾക്കില്ല. ഗുണമുണ്ട്. ഒരിക്കലും മറക്കാനാവാത്തൊരു തമിഴ് പാട്ട് രാസാത്യുന്നെ. പിന്നെ അതല്ലേ പക്ഷേ റഹ്മാൻ്റെ സംഗീതത്തിൽ ദൈവം തന്ന പൂവേ, ഒരു ദൈവം തന്ന. ഞാൻ എൻ്റെ പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അതല്ല എനിക്കിഷ്ടം. ഞാൻ ഇപ്പോൾ എൻ്റെ മറ്റ് പ്രതിഭകളെ കുറിച്ച് പറയാം. എൻ്റെ പാട്ട് എനിക്ക് എപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് ഓരോരോ പാട്ടുകൾ അവരുടെ അടുത്ത് RK ശേഖറുടെ ചുട്ട മുതൽ ചുടല വരെ. അതെ, ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ തണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ ഈ രാത്രിയുണ്ടു വെളുത്തു കിഴക്കുണരുമ്പോ ഈ നാട്ടിയ കഴുകുമരങ്ങൾ കാണും നിങ്ങൾ കാണും നിങ്ങൾ. കാലൻ കോഴികൾ കൂവി കഴുകൻ ചുറ്റി നടന്നു അറബി കടലല ഞെട്ടിയുണർന്നു ഗിരികൂടങ്ങൾ നടുങ്ങി തുടിച്ചു തൂക്കുമരം കയറിന്മേൽ മരണം കയറിയിറങ്ങി മരണം കയറിയിറങ്ങി ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ തണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ. മണിവർണ്ണനില്ല, അത് ശേഖർ സാറിൻ്റെ മണി മണി മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം
മധുമാസം പുണരാത്ത പൂങ്കാവനം, മണിവർണ്ണൻ ഇല്ലാത്ത വൃന്ദാവനം. മധുമാസം പുണരാത്ത പൂങ്കാവനം, മണിവർണ്ണൻ ഇല്ലാത്ത ഗന്ധർവൻ പാടി യമുനയിലോളങ്ങളാടി, രാധേ നിനക്കെന്തു കോപം, തനനനരാനാള് ഇരുപോലെ നാഥം, സരരരനാനെ ഒരുപോലെ നാഥൻ, മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, മധുവാസം പുണരാത്ത പൂങ്കാവനം, മണിവർണ്ണൻ ഇല്ലാത്ത വൃന്ദാവനം. ഇതിൽ തന്നെ ഇതുപോലെ തന്നെ അശ്വമേധത്തില് കറുത്ത ചക്രവാളം അതിൽ കളിച്ചു പോകും. കാരാഗ്രഹം. അശ്വമേധത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എല്ലാം മറ്റെല്ലാം നല്ല പാട്ടാണ്. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി, അലയ്ക്കുമീതേ ശൂന്യാകാശം, താഴെ നിഴലുകൾ ഇഴയും നെരിയിൽ, കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി. വർണ്ണചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ സന്ധ്യകളെ, നിങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിനീ മണ്ണിൽ വരച്ചു. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി. ആ കാരാഗ്രഹമൊക്കെ സുശീലമ്മ പാടുമ്പോഴേ എത്ര ഓർമ്മകളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഹോട്ടൽ ഹൈ റേഞ്ചിലെ അജ്ഞാത ഗായിക. അജ്ഞാത ഗായ കാമ്പോതിയ സത്യകാമ്പ്. അജ്ഞാത ഗായക അരികിൽ വരൂ, അരികിൽ വരൂ, ആരാധികയുടെ അരികിൽ വരൂ. അജ്ഞാത ഗായക അരികിൽ വരൂ, അരികിൽ വരൂ, ആരാധികയുടെ അരികിൽ വരൂ. അജ്ഞാത ഗായക ആരെയും അനുരാഗ വിവശരാക്കും ആഗാന വൃന്ദാവനിയിൽ. അയ്യോ, ആരെയും അനുരാഗ വിവശരാക്കും ആഗാന വൃന്ദാവനിയിൽ. ഒരു പുഷ്പതലഭമായി, ഒരു നല്ല മത്സ്യമായി, ഒരു പുഷ്പശലഭമായി, ഒരു നല്ല മത്സ്യമായി ഉണരുമൊരേ കാകിനി ഞാൻ, ഏകാകിനി ഞാൻ. അജ്ഞാത ഗായക അരികിൽ വരൂ, അരികിൽ വരൂ, ആരാധികയുടെ അരികിൽ വരൂ. അജ്ഞാത ഗായക ആകാശവാണിയിലൊഴുകി വരും ആഗാന കല്ലോലിനിയിൽ. ആ ഒരു പിടിയില്ലേ, അതാണ് അവിടെയാണ് ദേവരാൻ മറ്റ ആഗാന വൃന്ദാവനിയിൽ. അയ്യോ, എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നു.
നമുക്ക് വേണ്ടി എത്ര ഇതൊന്നുമല്ലാത്ത ആരും കേൾക്കാത്ത വേറെ പാട്ടുണ്ട് ദേവരാമേട്ടൻ ശീലമാണ്. കിനാവിൻ്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ ഒരു തുള്ളി കണ്ണീരിൽ നിൻ കഥന കടലൊതുങ്ങിയ കിനാവിൻ്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ ഒരു തുള്ളി കണ്ണീരിൽ നിൻ കഥന കടലൊതുങ്ങിയ കിനാവിൻ്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ പദങ്ങളിൽ ചോരയൊലിക്കെ പാടിയാടി നിന്നു നീ തീ പിടിച്ചു ചിറകെന്നാലും പാട്ടുപാടി രാക്കിളി 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 കിനാവിൻ്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ ഒരു തുള്ളി കണ്ണീരിൽ നിൻ കഥന കടലൊതുങ്ങിയോ കിനാവിൻ്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ. ഇങ്ങനൊരു പാട്ടുണ്ട്, ആരും കേട്ടിട്ടില്ല അല്ലേ? 1965 വളരെ വേണ്ട ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന് പ്രേമമുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയായിട്ട്. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജയന കിനാവിൻ്റെ ഇത് പാടാൻ പറയും. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇടയ്ക്കിടയ്ക്ക് പാടിക്കും. അപ്പം ഞാൻ അറിഞ്ഞില്ല അപ്പം ഒന്നും ആ പാട്ടൊന്നും പാടുന്നുണ്ട്. കിനാവിൻ്റെ കുഴി എന്നിട്ട് ഇവൻ്റെ നിനക്കറിയാം എന്താ നീ എന്താ കരയണോ? ഒന്നുമില്ല എന്താ പ്രശ്നം എന്നിട്ട് ശരി ഞാൻ ക്ലാസ്സിലേക്ക് പോയി. അവൻ പോവുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു. ഞാൻ നമസ്കാരം, ഞങ്ങളെ വിട്ടു പോ, വിഷം കഴിച്ച് വന്നിരിക്കുക. ഞങ്ങളെല്ലാം കൂടി പിടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മരിച്ചു. അടുത്തത് പഠിക്കും പടഞ്ഞ് മരിച്ചു. അപ്പോൾ ഈ പാട്ടിന് അങ്ങനെ ഒരു കാര്യം, ഒരു ഓർമ്മയുണ്ടെന്ന് പറയാം, ഒരു വൈകാരികത. അതെ, കിനാവിൻ്റെ കുഴിമാട്. ഈ പാട്ട് പാടുമ്പോൾ ഞാൻ അവനെ ഓർക്കും. ഉണ്ണികൃഷ്ണൻ എന്നാ പേര്. ഞങ്ങൾക്കിങ്ങനെ അടുത്ത് ചേർന്നിരിക്കാൻ കഴിഞ്ഞത് അല്ലാത്ത ഗുരുത്വമാണ്, പുണ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ കേൾക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യം. അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയില്ലേ കേൾക്കാൻ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പാടിലും തിരക്കില്ല, അവർ കപ്പലണ്ടി നിന്നോണ്ടിരുന്ന വെള്ളം കേട്ടോ എന്താ കാര്യം. അങ്ങനത്തെ ആൾക്കാരല്ലോ പാട്ട് കേട്ട് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമ്പോൾ നമ്മൾ കൂടുതൽ പാടിപ്പോവും. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ചേട്ടാ കാത്തിരുന്ന നിക്കാഹിൽ വയലാർ ദേവരാൻ ആ ടീമിൻ്റെ ഒരു പാട്ട് അഗാധ നീലിമയിൽ ഒരുപാട് എനിക്കിഷ്ടമാണ്. ചേട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ട് പലരും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. എന്തായാലും എൻ്റെ ജ്യേഷ്ഠൻ ആ പാട്ട്, എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ചേട്ടന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. വന്ന് ദാസേട്ടനും യേശുദാസും മധ്യം വളരെ കൂട്ടുകാരായിരുന്നു. പല ഗാനമേള പരിപാടിയിൽ പാടാൻ പോകുമ്പോൾ എൻ്റെ ചേട്ടൻ പറയാറുണ്ട്, യേശു നീ ഈ പാട്ട് പാടണ്ട, ഞാൻ പാടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പാടാറുള്ള പാട്ടാണത്. അന്ന് ആ കാലം നമുക്ക് ചേട്ടനെ ഒന്നുകൂടി അയ്യോ പാവം ചേട്ടൻ എൻ്റെ ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനാണ് ഞാൻ അത് പാടി തുടങ്ങിയത്. ചേട്ടൻ്റെ അഗാധ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലെ കടലാസ് കോട്ടകൾ തീർക്കും, ഓരോ കടലാസ് കോട്ടകൾ തീർക്കും. അഗാധ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലെ കടലാസ് കോട്ടകൾ തീർക്കും, ഓരോ കടലാസ് കോട്ടകൾ തീർക്കും. അറിയാതെ അറിയാതെ അഭിലാഷങ്ങൾ അതിനുള്ളിൽ മേഞ്ഞു നടക്കും, മോഹം മലർമഞ്ചലേറി നടക്കും.
അറിയാതെ അറിയാതെ അഭിലാഷങ്ങൾ അതിനുള്ളിൽ മേഞ്ഞു നടക്കും. മോഹം മലർമഞ്ചലേറി നടക്കും. ഒരു കൊടുങ്കാറ്റത് തല്ലിത്തകർക്കും. വിധിയുടെ മൗന വിനോദം ഇത്, വിധിയുടെ മൗന വിനോദം. അഗാധ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലെ കടലാസ കോട്ടകൾ തീർക്കും. ഓരോ കടലാസ കോട്ടകൾ തീർക്കും. ഓരോ കടലാസ കോട്ടകൾ തീർക്കും. ചേട്ടൻ കേൾക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇത്രയും നേരം സമയം താങ്കളുടെ നമുക്കായി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. ഞങ്ങൾക്ക് വലിയ സന്തോഷം ചേട്ടാ. ഓക്കെ, ഇവർക്ക് നന്ദി. നമ്മുടെ ഹേമനും കൂട്ടരും ഹേമനും കൂട്ടർക്ക് എല്ലാവർക്കും എല്ലാവരും കസറി.